നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നീയില്ലാതെ ഞാൻ സന്തോഷത്തിലാണ് എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീയില്ലാത്ത ജീവിതം എനിക്ക് സാധ്യമല്ല. അപ്പോൾ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തി ഏതൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രതയും മനസമാധാനം നിറഞ്ഞിട്ടുള്ള സ്നേഹവും അതുപോലത്തെ പവിത്രമായിട്ടുള്ള സ്വഭാവ രീതിയുമാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രമേൽ വിലപ്പെട്ടതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. മറ്റെല്ലാവരോടും ഈ വ്യക്തി വളരെയധികം അഭിമാനപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെക്കുറിച്ച്. നിങ്ങളുടെ ഈ ഒരു പവിത്രമായിട്ടുള്ള സ്വഭാവ രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം തുടങ്ങുവാൻ വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഏതൊരു വഴിയിലൂടെ വന്നു ചേരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരിക്കലും ഈ വ്യക്തി സന്തോഷിക്കുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയാകുമ്പോൾ എങ്ങനെയാണ് മനസമാധാനമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ ഈ വ്യക്തി വാശിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയാകുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം സങ്കടം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വാശിയുടെ കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം മറികടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണെങ്കിൽ പോലും ഈ വ്യക്തി മനഃപൂർവ്വം സമാധാനപരമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്, നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാറുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായി പലപ്പോഴും വേർപിരിഞ്ഞ് ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എടുത്തുചാട്ടം പല രീതിയിലും ഈ വ്യക്തി ചെയ്യാറുണ്ട്. അത് അബദ്ധമായി പോയി എന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങളോടുള്ള സ്വഭാവ രീതി എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രത നഷ്ടപ്പെടുത്തുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഈ വ്യക്തിക്ക് അറിയാം, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ആ മാറ്റങ്ങളെ പലപ്പോഴും ഈ വ്യക്തിക്ക് അത്ഭുതകരമായിട്ടാണ് ഈ വ്യക്തി നോക്കി കാണാറുള്ളത്. കാരണം ഈ വ്യക്തി പോലും വിചാരിക്കാതെയുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. നിങ്ങളെ പലപ്പോഴും വേദനിപ്പിക്കുമ്പോഴും മാനസികപരമായിട്ടും വേദനിപ്പിക്കുമ്പോൾ ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതെല്ലാം ഈ വ്യക്തിക്ക് തിരിച്ചടിയായി വന്നു ചേരുക തന്നെ ചെയ്യും എന്ന്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി എടുത്തുചാട്ടം കൊണ്ടും പെട്ടെന്നുണ്ടാകുന്ന കോപം കൊണ്ടും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ വ്യക്തി ജീവിതത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിലും ജീവിതത്തിലും അടിത്തറയുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കുന്നു. ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളുമായി കണ്ടുമുട്ടി
ഇത്രയും നല്ലൊരു ബന്ധത്തിലേക്ക് പോയി ഈ ബന്ധം എന്നേക്കുമായി നിലനിർത്തുവാനും അത് അതിന്റെ പവിത്രതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുവാനോ മനസ്സിൽ പ്രതിഷ്ഠിപ്പിക്കാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല. അത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പോസിറ്റീവ് എനർജി ഈ വ്യക്തിക്ക് മറ്റാരുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒറിജിനാലിറ്റിയാണ് നിങ്ങളുടെ പ്രത്യേകതയെന്ന് ഈ വ്യക്തി എപ്പോഴും തിരിച്ചറിയുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് പുറമെ പ്രകടമായി വരുന്നത്. നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ചതിക്കുവാനോ പറഞ്ഞു വഞ്ചിപ്പിക്കാനോ സാധിക്കുകയില്ല. നിങ്ങൾ അത്രമാത്രം പരിശുദ്ധത നിറഞ്ഞ വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. ഈ പ്രണയബന്ധത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരിശുദ്ധത നിലനിർത്തുവാൻ വേണ്ടി ഈ വ്യക്തി കഴിയാവുന്നത്രയും പരിശ്രമിക്കുന്നുണ്ട്. ഈ പ്രണയബന്ധം കളങ്കപ്പെട്ടു പോകാതിരിക്കുവാനും ഈ പ്രണയബന്ധത്തിൽ നെഗറ്റിവിറ്റി വന്നു ചേരാതിരിക്കുവാനും വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആത്മീയ തലത്തിൽ പോയേ മതിയാകൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഊർജം നോക്കുകയാണെങ്കിൽ വളരെ ഹൈ എനർജിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മോശപ്പെട്ട വ്യക്തികളുമായിട്ടോ നെഗറ്റീവായിട്ടുള്ള എനർജി തരുന്ന വ്യക്തികളുമായിട്ടോ ഈ പേഴ്സൺ കൂട്ടുകൂടുന്നില്ല. അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ മാത്രം ചേർത്ത് പിടിക്കുവാനും ഈ പ്രണയബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തിയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവം. നിങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ തക്കവണ്ണം അത്രയും പവർഫുൾ ആണ് എന്നാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെ വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങൾ തനിക്ക് ഏറ്റവും എന്നും പുതുമയേറിയതാണ് എന്ന് പറയാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളുടെ പ്രാധാന്യമില്ലാത്തതിന്റെ കുറവ് എല്ലാ തരത്തിലും, അതായത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിന്റെ കുറവ് എല്ലാ തരത്തിലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇത്രയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെ ആയാലും മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി പോവാൻ തീരുമാനിക്കുന്നത്. വളരെ അത്ഭുതകരമായി നിങ്ങളിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ജെനുവിനാണ്. നിങ്ങൾ സത്യസന്ധത നിറഞ്ഞവരാണ്. മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചാൽ പോലും നിങ്ങൾ അതിൽ നിന്നുമൊക്കെയും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളെ പറ്റിക്കുന്നവരോട് നിങ്ങൾ ക്ഷമിക്കും. നിങ്ങൾ ഒരിക്കലും അവരെ തിരിച്ചു പറ്റിക്കുകയില്ല, കുറ്റം പറയുകയില്ല. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യാറുള്ളൂ. അതാണ് നിങ്ങളുടെ അത്രയും പോസിറ്റീവായിട്ടുള്ള മറ്റൊരു പ്രത്യേകത. നിങ്ങളിലെ ഈ ഒരു വിശുദ്ധതയാണ് ഈ വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. ഈ വ്യക്തിയിലെ മോശപ്പെട്ട സ്വഭാവ രീതികളെല്ലാം തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഉറപ്പായും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും സന്തോഷത്തോടെ നിൽക്കാനാകില്ല. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് സൂര്യനില്ലാത്ത ഭൂമിയെ പോലെയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.